ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവള് നമ്മ പറയുന്നത് കേട്ടിട്ടെന്ന് തോന്നുന്നു. സ്വാഗതം ശരി വൈകുന്നേരം കേട്ട് സ്വാഗതം സ്വാഗതം എന്നാ പറയുന്നത്, മാത്രം ശഗതം എന്നാകുന്നുണ്ട്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ബഹ്റൈനിൽ പോയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ. അപ്പം ആ ഒരു വീഡിയോ ബഹ്റൈനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടാലോ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു 4 ദിവസം 5 ദിവസം എന്തായിട്ടാണ് വന്നിട്ട്. 27 വന്നിട്ട് 4-ാം തീയതിയാണ്. അപ്പോൾ ഏകദേശം 4-5 ദിവസമായി വന്നിട്ട് ഒരു വിവരവും ഇല്ല എന്ന് പറയുന്നുണ്ട്. കുറേ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് കുറേ ബിസിയായി, പറയേണ്ട ആവശ്യമില്ലാന്ന് അറിയാം, നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, ഇതുവരെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് ബഹ്റൈനിൽ പോകുന്ന എനർജി മാത്രമേ ഇല്ലൂ. വീഡിയോ ഒന്നുമില്ല, വീഡിയോ എല്ലാം നിർത്തിയോ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. വീഡിയോ ഒന്നും നിർത്തിയിട്ടാ. ശരിക്കും പറഞ്ഞാൽ ബഹ്റൈനിൽ നിന്നാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടാകുമ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് അപ്പോൾ നിർത്തുന്നില്ലല്ലോ, ഞാൻ ഇടും, വീഡിയോസ് ഇടും. പക്ഷേ ഇപ്പോൾ കുറച്ച് തിരക്കായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചോല്ലോ ഫസ്റ്റ് ഡേ വീഡിയോ ഇടുന്നു, എന്തെന്ന് ബഹ്റൈനിലെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നു എല്ലാവരും പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ ഇടണമെന്ന് ശരിക്കും സത്യമായി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തെന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ബഹ്റൈനിലെ ആദ്യ ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എപ്പോഴും എൻ്റെ വീഡിയോയിൽ സ്വാഗതം പറയാൻ ഒരാളുണ്ടാവും, ധന്യ ഉണ്ടാവും കേട്ടോ. ധന്യ കടിച്ചോലോ ധന്യ ഉണ്ടാവും. പക്ഷെ ഇന്ന് ധന്യയില്ല കേട്ടോ, അതിന് പകരമാണ് യൂട്യൂബ് സ്വാഗതം പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്രയാണ്. നമ്മൾ ജസ്റ്റ് റൂമൊന്ന് കാണിച്ചു തരാം. പിന്നെന്താ, നമ്മൾ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. യൂട്യൂബ് കാണിച്ചാൽ നമുക്ക് റൂമെല്ലാം കാണിച്ചു കൊടുക്കാമല്ലോ. ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പറയാനുള്ള വീഡിയോസാണ് ഇന്ന്. അപ്പോൾ വീഡിയോവും എല്ലാം ഞാൻ തന്നെ ആവണം, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ മിസ്സാവുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അടിച്ചൂടാ. അപ്പോൾ നമ്മുടെ വിശേഷം ഇന്ന് കാണാം. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ സമയം ഏകദേശം 12 മണിയായി. 12 മണി എന്ന് പറയുമ്പോൾ നാട്ടിൽ 2-2:30 മണിയായിട്ടുണ്ടാവും. 2.5 മണിക്കൂർ വ്യത്യാസം എന്നുള്ളത്. 12 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഈ കുട്ടിക്ക് കുളിച്ചിട്ടായി. സുന്ദരിയായി കുട്ടി, സുന്ദരിയായി, കുറിയൊന്നും ഇട്ടിട്ട, സുന്ദരിയായി. ഈ കുട്ടിക്ക് കുളിച്ചിട്ടായി. പിന്നെന്താ അടിച്ച് തോർത്തിട്ടായി. പിന്നെന്താ പറയുക, കറിയും ഫുഡെല്ലാം റെഡി ആയിട്ടാണ്. എന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ എന്നിട്ട് നമുക്ക് പറയാം. നമ്മുടെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ റൂമും എൻ്റെ അടുക്കളയും എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഒന്നും വൃത്തിയില്ല, സെറ്റായിട്ട് വെച്ചിട്ടില്ല, ഒന്നും സെറ്റായിട്ട് വെച്ചിട്ട് വന്നിട്ട് പിറ്റേ ദിവസം തന്നെ വെക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ പിറ്റേ ദിവസം ഭയങ്കര തിരക്കായിരുന്നു. പിറ്റേ ദിവസത്തെ കഥയെല്ലാം പറയുമ്പോൾ ഇപ്പോൾ ചിരിയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 27 രാത്രി എത്തിയിട്ട് എത്ര 12 മണിയാകുമ്പോൾ എത്തി. പിന്നെ റൂമിലെല്ലാം എത്തിയിട്ട് ഉറങ്ങുമ്പോൾ ഏകദേശം ഒരു 3-4 മണി ആയിട്ടുണ്ടാവും. പിന്നെ രാവിലെ എണീക്കുമ്പോൾ ലേറ്റായി. രാവിലെ എണീച്ചിട്ട് പിന്നെ എന്താ ഇവിടേക്ക് ദോശ ചുട്ടി കൊടുത്തു. ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ ഇവിടെ ചായ കുടിച്ചത്. 10 മണിയാകുമ്പോൾ ചായ കുടിച്ച് 11 മണിയാകുമ്പോൾ ഉണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ ജസ്റ്റ് രതീഷേട്ടൻ പറഞ്ഞതേ ഇല്ലൂ, എന്താ ഇറാനും എന്തെന്ന് യുദ്ധം തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞതേ ഇല്ലൂ. അപ്പോഴേക്ക് സൗണ്ട് കേട്ടു കേട്ടോ. ഇവിടുന്ന് അപ്പുറത്ത് തന്നെയാണ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് അങ്ങനെ പറയുമ്പോൾ സൗണ്ട് കേട്ടു കേട്ടോ. അങ്ങനെ എന്താ പിന്നെ ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചു. എന്താന്ന് ഇവിടെ അടുത്താണ്, ഏകദേശം ഒരു ആർമി ബേസ് അടുത്താണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു റൂമിൽ പോകാമെന്ന് വിചാരിച്ചിട്ട്, ഫ്രണ്ടിൻ്റെ റൂമിലാണ് അവിടെ പോകാമെന്ന് വിചാരിച്ച് പ്ലാനൊക്കെ ചെയ്തിട്ട് നമ്മൾ പോയി. പക്ഷേ ആ അവസ്ഥയാണ് എനിക്ക് ചിരി വരുന്നത്. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രസ്സൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. അതെല്ലാം ഇവിടെ ഇപ്പോഴും ഇത് തന്നെ ഉണ്ട്. നമ്മൾ കൊണ്ടുവന്ന ബാഗൊക്കെ ഇടുന്നുണ്ട്. ഡ്രസ്സെല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കാം, അലമാരയിലൊന്ന് സെറ്റാക്കി വെക്കാമെന്ന് തുടങ്ങുമ്പോഴാന്ന് പറയുന്നത് വേണ്ട, അതെല്ലാം പിന്നെ സെറ്റാക്കാം, നമുക്ക് പോവാം, നീ അടുക്ക് കുഞ്ഞിനെ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴെനിക്ക് ആ സിനിമയിലത്തെ ഇത് ഓർമ്മ വന്നത്. ഏത് സിനിമ? മീശ മദവനില്ലേ, മീശ മദന അല്ല, ഏതോ സി ഐ ഡി മൂസയിലൊരു ഡയലോഗിൽ എൻ്റെ ഫ്രിഡ്ജ്, എൻ്റെ കുട്ടി, എൻ്റെ ടി വി സെയിം അവസ്ഥയായിരുന്നു. ഈ കുട്ടീനെ ഞാൻ കയ്യിൽ പിടിച്ചിട്ട് ഈ കുട്ടിക്ക് വേണ്ട പറയുന്നുണ്ട്, ഈ കുട്ടിക്ക് വേണ്ട മരുന്ന്, ജലദോഷമെല്ലാം ഉണ്ടായിരുന്നു, മരുന്നെടുത്തോ, 2 ഡ്രസ്സ് എടുത്തോ, അതെല്ലാം പറയുമ്പോൾ എനിക്ക് സെയിം സീറ്റ്. ഞാൻ ചിരിച്ചിട്ടായിരുന്നു, ഇത് എന്തെന്ന് ആ സിനിമ എഴുതട്ടെ ഇതാ വരുന്നത്. അപ്പോൾ ഒന്നും എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിട്ടോ കേട്ടോ. യുദ്ധം എന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊന്നും പേടിയൊന്നും ഉണ്ടായിട്ടോ. പിന്നെ ചെറിയതായിട്ട് നൈറ്റ് ആകുമ്പോൾ കുറച്ച് പേടിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാം നമുക്ക് കാണുമ്പോൾ ചെറുതായി പേടി അങ്ങനെ. പിന്നെന്താ ഓക്കെയാണ്, എല്ലാം നമുക്ക് വരുന്നുണ്ട്, സേഫായിട്ടിരിക്കണം, പ്രശ്നമൊന്നുമില്ല. അതെല്ലാം ഗവൺമെൻറ് നമുക്ക് ഫോണിലിട്ട് ഇത് തരുന്നുണ്ട്, സൈറൻ മുഴങ്ങുന്നുണ്ട്, അതേപോലെ വലിയ പ്രശ്നം അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ന്യൂസിൽ കാണുന്ന അത്ര വലിയ പേടിയൊന്നും ഉണ്ടായിട്ടാട്ടെ. ശരിക്കും പറഞ്ഞാൽ ന്യൂസിൽ കാണുന്ന അത്ര വലിങ്ങനൊന്നും ഉണ്ടായിട്ടാണ് നമുക്കിവിടെ. സേഫായിട്ട് വീട്ടിലിരുന്നാൽ മതി, അങ്ങനെ മാത്രമേ പറയുന്നത്. അങ്ങനെ മാത്രമേ ഉണ്ടായിട്ടോ. അല്ലാണ്ട് എല്ലാം അടിച്ചു പൂട്ടി അങ്ങനെ ഒന്നും ഉണ്ടായിട്ട്. എല്ലാ ഷോപ്പെല്ലാം ഓപ്പണായിരുന്നു. ഓപ്പണാക്കുന്നവർക്ക് ഓപ്പണാക്കുന്നതിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടാ. അതാണ്. പിന്നെന്താ, നമുക്കിതൊരു ഫസ്റ്റ് അനുഭവമായതുകൊണ്ട് എനിക്ക് രാത്രിയാകുമ്പോൾ കുറച്ച് പേടിയായി. പകലുണ്ടാകുമ്പോൾ നമുക്ക് ചിരിയാവുന്നത്. ശരിക്കും ഇപ്പോൾ പറയുമ്പോൾ ശരിക്കും ചിരി വരുന്നുണ്ട് കേട്ടോ. ആ സമയം നൈറ്റ് കുറച്ച് ടെൻഷനായിരുന്നു.
പിന്നെ ഓക്കെ, പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമ്മൾ സെറ്റായിട വന്നിട്ട്. പക്ഷേ നമ്മളെ പണിയൊന്നും സെറ്റായിട്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, എല്ലാം കാണിച്ചു തരാം. ഇതാണ് നമ്മളെ റൂം. ഇതാ ഒന്ന് വലിയ ഹാളെന്ന് പറഞ്ഞാൽ വലിയ ഹാൾ കേട്ടോ. ഇതാ ഒന്നും സെറ്റില്ല കേട്ടോ, എല്ലാം അടാടുണ്ട്. വീട്ടിൻ്റെ കളിപ്പാട്ടെല്ലാം ഇടലും ഉണ്ട്. ഒരു ടി വിയുടെ ഒരു സോഫ. ഇതാ വീടിന് തുടങ്ങിയിട്ട് വലിയ ഹാളാണ്. ഓക്കെ തട്ടത് വലിയൊരു ഹാളാണ്. ഈ കുട്ടിക്ക് ഓടിച്ചാടി കളിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അതാ ഇത് നമ്മൾ കൊണ്ടുവന്ന ബാഗ് എല്ലാ കാര്യമുണ്ട്, അതെല്ലാം സെറ്റാക്കി വെക്കണമെങ്കിലോ വലിയ റൂമാണ്. പിന്നെ റൂമല്ല, ഹാളാണ്. ഇവിടെ എന്താ ഒരു ആ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കഴിയുന്ന ആ ഫീൽ സീരിയസ് ആയിട്ടും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഹാളും പിന്നെ ഒരു റൂം നോക്കിയത്. അതാണ് റൂം. നമ്മൾ റൂമൊന്നും പറയല്ലേ, ഒരു അങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും ഈ കുട്ടി. ഇതാണ് നമ്മളെ റൂം. ബെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ ബെഡ്റൂം. കട്ടിലില്ല കേട്ടോ, കട്ടിലിന് പകരം ബെഡ് ഇങ്ങനെ. ഇതൊരു നല്ല സേഫാണ്. എന്താ പറഞ്ഞാൽ ഈ കുട്ടി വീട്ടിക്കൊരു പ്രശ്നമില്ല. ഓൾ തന്നെ ഉറങ്ങും, ഓൾ തന്നെ അടിച്ചിട്ട് വരും, അതൊന്നും പ്രശ്നമില്ല. ഉറക്കി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് പുറത്ത് പോയിട്ട് ഇരിക്കാനെല്ലാം പറ്റുന്നുണ്ട്. പിന്നെ ഈ ബലൂണ് കാണുന്നുണ്ടോ? ഈ ബലൂണിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഡിസംബർ 21 കഴിഞ്ഞ വർഷം മീൻസ് ഇവിടെ 2ാം പിറന്നാളിനല്ല 1ാം പിറന്നാളിന് ഞാൻ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ആ വർഷതാ ഞാൻ വീട്ടിൻ്റെ പിറന്നാളിനെ അലങ്കരിച്ച ബലൂണാണ് ഇത്. അപ്പോൾ എക്സ്ട്രാ വന്ന് പറഞ്ഞ് ഇവിടെ കെട്ടിപ്പോയതാണ്. ഇത് ഇപ്പോഴും നോക്കിയാൽ ഇപ്പോഴും ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ബലൂണെല്ലാം പോയിട്ടതാ. ബലൂൺ എന്ന് പറയുന്നത് മാത്രമേ, ഇതൊന്നും ബലൂൺ നല്ലതാ ഒതുങ്ങി. ഇപ്പം നേരി കളയാനായി അതിനെല്ലാം. പിന്നെ സെൽഫ്, ഇവിടെ ഒരു സെൽഫുണ്ട്. റൂമും അങ്ങനെ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂമാണ്. പിന്നെന്താ ഒന്നും സെറ്റായി വെച്ചിട്ടാ, അതെല്ലാം സെറ്റായിട്ട് വെക്കണം. ഇനി വെക്കാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ ഇവിടെ ഡൈനിങ് ടേബിൾ ഉണ്ട്. ഗിറ്റാർ ഉണ്ട് കേട്ടോ. ഈ വിട്ടി ഗിറ്റാർ പഠിക്കാം എങ്ങനെ എടുത്തു ഗിറ്റാർ വിട്ടി. ഇതാണ് ഗിറ്റാർ നോക്കിയേ. ഗിറ്റാർ അന്ന് വീഡിയോ കോൾ ആക്കുമ്പോൾ പറയലുണ്ട് ഗിറ്റാറിൻ്റെ ഇതാക്കണം. അപ്പോൾ ഒരു വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇത് സംഭവം ശരിയില്ല കേട്ടോ. ഇത് ഓരിൻ്റെ ഇത് സാധനം ഇളകിയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും വായിക്കാനൊന്നും എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് വെറുതെ ജസ്റ്റ് ഈ കുട്ടി എപ്പോഴെങ്കിലും വന്നിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ സൗണ്ട് ആക്കിക്കൊണ്ടിരിക്കും. ഈ കുട്ടി എങ്ങനെ ഗിറ്റാർ വായിക്കുന്നേ? വയലിൻ വായിക്കില്ല, ഗിറ്റാർ ചെയ്യല. എങ്ങനെ നല്ല ഉണ്ട് കേട്ടതാ. ഇതൊന്ന് പഠിക്കണം. പിന്നെ കുറച്ച് മണി പ്ലാന്റ് ഉണ്ട്. ഇത് വീട്ടിൻ്റെ ചെരുപ്പാണ്. കാണിച്ചത്. ഇതാണ് നമ്മളെ ഡൈനിങ് ടേബിൾ കാണിക്കാൻ വേറെ ഒന്നും കണ്ടല്ലോ. ഞാൻ എൻ്റെ എക്സാം കഴിഞ്ഞതിൻ്റെ തലേ ദിവസമാണ് വന്നത്. ഇപ്പം ഞാൻ ഭയങ്കര ബിസിയാണ്. എന്താണ് പേപ്പർ നോക്കുന്നതാണ്. ഏകദേശം നോക്കി കഴിഞ്ഞു കേട്ടോ. മാർക്കൊന്നും കാണിക്കുന്നില്ല. പിള്ളേർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെന്നോട് പരാതി പറയും, ടീച്ചറിന് ഞാൻ കാണിച്ചത് പറഞ്ഞിട്ട്. ഇക്കണോമിക്സ് എക്സാം എത്ര 26 ഉണ്ടായത്, 27 ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് പേപ്പർ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വന്നത്. ഏകദേശം പേപ്പർ നോക്കിയിട്ടായി. ഇപ്പോൾ പിള്ളേരോട് പറയുന്നുണ്ട് എന്താ മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ പേപ്പർ നോക്കുന്നത് ബിസി. ഇവിടെ ടോ ആക്കുന്നുണ്ട്. എങ്ങനെ ടോ ആക്കുന്നേ? പിന്നെ ഏടാ നോക്കിയാലും ഈ വീട്ടിലെ കളിപ്പാട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഏടാ നോക്കിയാലും ഈ വീട്ടിലെ കളിപ്പാട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇതാണ് നമ്മളെ റൂം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ജസ്റ്റ് പോകുമ്പോഴാണ് നമ്മളൊരു അടുക്കള ഏകദേശം ഈ കോലത്തിലുണ്ട് കേട്ടോ. കറിയൊക്കെ റെഡിയായി. കടലക്കറിയും പിന്നെ രസവും ചോറും മുട്ട വറവുമാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. കടലക്കറി ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ്. ഇന്ന് രസവും മുട്ട വറവും മാത്രമേ ഉണ്ടാക്കിയിട്ടു. പിന്നെ രാവിലെ ദോശ. ഇതാണ് നമ്മളെ കുഞ്ഞടുക്കള. പിന്നെ ഗ്യാസിൽ വീട്ടിക്ക് നമുക്കെല്ലാം ടെൻഷനാണ്. ഗ്യാസൊക്കെ വലിക്കുക കുഞ്ഞി അങ്ങനെ. അതൊന്നും ലൈറ്റിലാണുള്ളത്, അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി മീൻസ് എന്താ ഭയങ്കര സൗണ്ടാണ്. ഇത് തുറന്നാൽ ഭയങ്കര സൗണ്ടാണ്. ഇത് തുറന്നാൽ തന്നെ നമുക്ക് മൊത്തം റോഡെല്ലാം കാണുന്നുണ്ട്. നെറ്റിൻ്റെ ഉള്ളിൽ വീഡിയോയിൽ ശരി കാണില്ല കേട്ടാ. അല്ലാതെ റോഡ് വണ്ടി പോകുന്നതെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഇതെന്താന്ന് പറഞ്ഞാൽ ജസ്റ്റ് അലക്കിയതെല്ലാം ഇടാൻ വേണ്ടിയിട്ടുള്ള പ്ലേസാണ്. ഈ വീട്ടി ഇത് തുറന്നാൽ ഈ വീട്ടി അവിടെ പോയിട്ട് നിൽക്കൂട്ടെ, വണ്ടി പോകുന്നതെല്ലാം ഇങ്ങനെ നോക്കിപ്പോന്നു. പിന്നെന്താ അലക്കി കഴിഞ്ഞതാണ്. ഒന്നും വിരിച്ചിടണം അത്രേ. പിന്നെന്താ പറയുക, ഇതാണ് നമ്മളെ റൂം. അടിപൊളിയാണ്, ചെയ്യണം. അപ്പോൾ ഇത്ര മാത്രമേ ഇല്ലൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മളെ റൂമും
പിന്നെ നമ്മൾ സേഫാണ്, നമുക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്താൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇവിടെ സന്തോഷം ഹാപ്പിയാണോ? ഹാപ്പി ഹാപ്പി പറഞ്ഞാൽ എന്തെന്നറിയും? ഹാപ്പി പറഞ്ഞാൽ എന്താ ഇവിടെ? ഹാപ്പി അവൾക്ക് അറിയില്ല കേട്ടോ ഹാപ്പി എന്ന് പറഞ്ഞാൽ വെറുതെ ചോദിക്കുമ്പോൾ ഹാപ്പി എന്ന് പറയുന്നത് മാത്രം. അവൾക്ക് ഇടയ്ക്ക് മിസ്സാകുന്നുണ്ട്. അവള് വിളിക്കലുണ്ട് മേമി, അച്ഛമ്മേ, അമ്മമ്മേ, അങ്ങനെല്ലാം വിളിക്കലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ നാടും ഇവിടെയും സെറ്റ് ചോദിച്ചാൽ രണ്ടും രസമാണ്. നാടിൻ്റെ വേറെ തന്നെ ഒരു വൈബാണ്, ഇവിടെ വേറെ. ഇവിടെ നിന്ന് നമ്മൾ ഒന്നിച്ച് കയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് വേറെയാണ്. പിന്നെ എത്രയും കാലമാണ് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് കഴിയുന്നത്. പിന്നെ അതാ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ഒരു കുഞ്ഞു കൃഷ്ണനെ കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചതാ. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴിതാ എൻ്റെ ഒരു കാണുന്നില്ല, ഇതാ കുഞ്ഞു കൃഷ്ണനും കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഡെറ്റാണോ വരുമ്പോൾ. അപ്പോൾ എൻ്റെ കുഞ്ഞു കൃഷ്ണനും ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇല്ലാത്ത വേറെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ കുട്ടി തൊടേണ്ട വെക്കുന്നതാണ് ഇതെല്ലാം. പിന്നെ ഇവിടെ ഒരു കൃഷ്ണനും രാധയും ഉണ്ട്, ഇവിടെ ഒരു കളിപ്പാട്ടമുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. എന്നെ ഫസ്റ്റ് ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ റൂം ഇതെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം, അറേഞ്ച് ചെയ്ത് വെക്കണം. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇത്രയും മാത്രമാണ്. ബഹ്റൈനിലും പോയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ അങ്ങനെ അങ്ങനത്തെ ഫ്രണ്ട്സ് എല്ലാം ചോദിക്കും, നിൻ്റെ വിവരേ ഇല്ലല്ലോ, നിൽക്കെന്തായി എന്നെല്ലാം ചോദിക്കും. അങ്ങനെ അപ്പോൾ അവർക്കെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ഇട്ടതാണ്, എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞതാണ്. വിശേഷം എന്ന് പറഞ്ഞാൽ ഹാപ്പിയാണ്, പ്രശ്നമൊന്നുമില്ല, സേഫാണ്. പിന്നെ എന്താ പറയുക, എൻ്റെ റൂമെല്ലാം കാണിച്ചു തന്നുമല്ലോ. പിന്നെ ഈ കുട്ടി ഹാപ്പിയാണ്, ഈ കുട്ടി പ്രശ്നമൊന്നുമില്ല. ഈ കുട്ടി അവിടെ നല്ലോണം ഓടിച്ചാടി കളിച്ച് നടന്നോണ്ടല്ലേ. ഇപ്പോൾ കുട്ടിക്ക് കളിക്കാൻ പറ്റില്ല, അങ്ങനത്തെ എല്ലാം ടെൻഷൻ ഉണ്ടായിന്. അതൊന്നും പ്രശ്നമൊന്നുമില്ല, ഓപ്പൺ പ്ലേസ് ആണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇനി 2 മാസം എന്ന് പറയുന്നത് ബഹ്റൈൻ ലൈഫാണ്. ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം ബഹ്റൈനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും ഞങ്ങൾ പോകുന്ന കൊച്ചു സ്ഥലങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ 2 വിശേഷങ്ങൾ അതൊക്കെയായിരുന്നു ഇടുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന ഇവിടെ ടാറ്റ പറയേ. ടാറ്റ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പറയൂട്ടി സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയും. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ 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 ടാറ്റ.